പാഠം 1087 കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വിധം. ചായ. ഇതെന്താ ഇത്ര നേരത്തെ? അല്ല, മോഹനയുടെ തിരക്ക് പിടിച്ചെന്താ എഴുതിക്കൊണ്ടിരിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ വേഗം ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ. പത്രം. എന്താ പത്രം ഇടുന്ന മുറ്റത്തുനിന്ന്? സാധാരണ മുറ്റത്ത് പോയി പത്രം എടുക്കുന്നത് ഞാനാണല്ലോ. അതെ, പക്ഷെ ഇന്ന് പത്രം ആദ്യം കണ്ടത് ഞാനല്ലേ, അപ്പൊ പത്രം എടുത്തോണ്ട് ഇങ്ങോട്ട് പോരാന്ന് കരുതി. മോഹനയുടെ എന്നെ അതായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ. എന്താ മോനോട് എഴുതുന്നേ? കണക്കാ? അല്ല, റോഡ് വീതി കൂട്ടാനുള്ള സ്ഥലത്തിന്റെ ഏകദേശ രൂപം എത്രയാണെന്ന് തഹസിൽദാർ ചോദിച്ചിരുന്നു. സർക്കാരിന്റെ സർവേ തുടങ്ങുന്നതിന് മുൻപ് ഒരു ഏകദേശ കണക്ക് കിട്ടിയാൽ കളക്ടറോട് സംസാരിക്കുക എളുപ്പമാണല്ലോ. എന്റെ മോഹനേട്ടനെ സമ്മതിക്കണം. ആഫീസ് ചെന്നിട്ടുണ്ട് 10 മണി മുതൽ 5 മണി വരെ ഒരു നിമിഷം പോലും കളയാതെ ജോലി ചെയ്യും. ഇവിടെ വന്നാലും വിശ്രമിക്കില്ല. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം മോഹനേട്ടനെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നല്ലേ. ഇതെന്താ ഇങ്ങനെ? ഇവൾക്ക് ഇതെന്ത് പറ്റി? നമസ്കാരം സാർ. നമസ്കാരം. എന്താ സുരേന്ദ്ര? സാർ പറഞ്ഞ പോലെ ആധാരം തിരുത്താനുള്ള അപേക്ഷ ഞാൻ സബ് രജിസ്റ്റർ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. ഉടനെ ശരിയാക്കാന്നവർ പറഞ്ഞിട്ടുണ്ട്. സാറിന് വിളിച്ചു പറയും കൂടെ ചെയ്താൽ നന്നായിരുന്നു. ഞാൻ വിളിച്ചു പറയാം. സബ് രജിസ്ട്രാർ ഓഫീസിലെ ക്ലർക്ക് വിജയനെ എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പൊ ഞാൻ വരട്ടെ സാർ. എന്താ നോക്കുന്നേ? അല്ല, ഈ മുറ്റത്ത് ഇലയൊന്നും വീഴാറില്ലേ സാർ? ഇലയോ? എന്റെ വീട്ടിലേക്കൊന്ന് ഒന്ന് നോക്കണം സാർ. കാട്ടിൽ കയറി വലിരിക്കും. സത്യം പറഞ്ഞാൽ വല്ല പാമ്പും കയറി കിടന്നാൽ പോലും അറിയത്തില്ല. ഇതിപ്പോ രാവിലെ മുറ്റം അടിക്കുന്നുണ്ടായിരിക്കും അല്ലേ സാറേ? പാമ്പ് മുറ്റടിച്ചതാ? ഓ, വക്കീല സമ്മതിക്കണം. ഇത്രയും പേരുകെട്ട വക്കീലായിരുന്നിട്ടും കൊച്ചുകൊടുപ്പാൻ കാലത്ത് എണീറ്റ് മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ടല്ലോ. എനിക്കൊരു ഭാര്യയുണ്ട് സാറേ. ആഴ്ച ഒരിക്കലും അവളെ മുറ്റം അടിക്കുന്നത്. എന്തായാലും വക്കീലിനെ പോലെ ഒരു ഭാര്യയെ കിട്ടിയ സാറിന് ഭാഗ്യം. ഞാൻ വരട്ടെ സാറേ. ശരിയാണല്ലോ, ഇവൾക്കിത് എന്ത് പറ്റി? നീ അതിരാവിലെ മുറ്റം അടിച്ചോ? 5:30 എഴുന്നേറ്റതാ. എഴുന്നേറ്റ് പാടെ മുറ്റം അടിച്ചങ്ങ് വൃത്തിയാക്കി. പതിവില്ലാത്തതാണല്ലോ. നിനക്ക് നേരത്തെ വല്ലതും പോണോ? സത്യം പറഞ്ഞ എനിക്കിന്ന് ഉച്ചയാകുമ്പോ പോയാ മതി. കേസൊന്നുമില്ല. പക്ഷെ ഉച്ച കഴിഞ്ഞ് ദാമോദര സാറിനെ ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. ഇന്നലെ മോഹനേട്ടൻ പറഞ്ഞില്ലേ ഉപ്പുമാവ് കഴിച്ചിട്ട് ഒരുപാട് ദിവസമായിന്ന്. ഇന്ന് ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് കോടതിയിൽ നിന്ന് വരുന്ന വഴി നല്ല പൂമ്പഴം വാങ്ങിട്ട് വന്നിട്ടുണ്ട്. അത് മോഹനേട്ടൻ ഭയങ്കര ഇഷ്ടല്ലേ. മോഹനേട്ടൻ കുളിക്കാൻ കയറുന്ന എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളം ചൂടാക്കി വെക്കാം. എനിക്കിനി അടുക്കള കാര്യമായിട്ട് പണിയൊന്നുമില്ല. മോഹനേട്ടന്റെ ഉച്ചയൂണും റെഡിയാണ്. നേരത്തെ ചോറ്റുപാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചീത്തയായി പോവില്ലേ, അതുകൊണ്ട് അത് ചെയ്യാത്തത്. മോഹനേട്ടൻ 9:38 ഇറങ്ങിയാൽ മതിയല്ലോ അല്ലേ? അതിനു മുന്നേ റെഡിയാക്കിയാൽ മതിയല്ലോ അല്ലേ? എന്തുറ്റി? സുരേന്ദ്രൻ വന്നിരുന്നു. അയാൾ പറയുകയാണ്. എന്ത്? നീ ഒന്നുമില്ല, ഈ സുരേന്ദ്രന്റെ പിന്തുടർച്ച സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നാ. വേറൊന്നുമില്ല. അത്ര ഉണ്ടായിരുന്നല്ലോ. ശരി, അപ്പൊ മോഹനേട്ടൻ പോയി പത്രം വായിക്കേ. ഞാൻ ആ ചെടിയൊക്കെ നനച്ചിട്ട് വരട്ടെ. എന്തൊരു ചൂടാ പകല്. ശരിക്കും നനച്ചില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവും മോനേട്ടാ.
തേച്ച് വെച്ചോ? ഇവൾക്ക് ഇതെന്ത് പറ്റി? ആമേ, എന്തോ കാര്യമുണ്ട്. എന്തായിരിക്കും അത്? എന്താ പറഞ്ഞിട്ട? ഇതെന്താ ഇങ്ങനെ? എങ്ങനെ? അല്ല, സാധാരണ നീ ഓരോ ദിവസം ഓരോ ഷർട്ട് മുണ്ടാണല്ലോ തേച്ച് വെക്കാറുള്ളത്. ഇന്ന് നീ എല്ലാം തേച്ച് വെച്ചിരിക്കുന്നു. അല്ല, മോഹനയുടെ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞല്ലോ, ഷർട്ട് മുണ്ട് തേക്കുമ്പോ ഒരുമിച്ച് കുറെ എണ്ണം തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ലാഭിക്കാന്ന്. അതുകൊണ്ട് ചെയ്തതാ. എന്താ മോനട്ട? എന്തോ വൻ പ്രശ്നമുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്താ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചതേ. ആ, എങ്കിൽ പിന്നെ അപ്പുറത്തേക്ക് പൊയ്ക്കോട്ടെ. മോഹനേട്ടന് 2 ഷർട്ടും കൂടെ അലക്കിയിടാനുണ്ട്. ഉള്ള സമയത്ത് അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ധൃതി കൂട്ടണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. എന്തൊക്കെയുണ്ട് ദിവാരത്തിന്റെ വിശേഷങ്ങൾ? വിശേഷമൊന്നുമില്ല സാറേ. മൂത്ത മോൾക്ക് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടി. അടുത്ത മാസം ക്ലാസ് തുടങ്ങും. വരുമാനം കുറവുള്ളവർക്ക് ഫീസ് ഇളവുണ്ട്. കാര്യം മനസ്സിലായി. കോളേജിൽ ഹാജരാക്കാൻ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം, അത്രയല്ലേ ഉള്ളൂ? അതെ സാർ. ദിവാകരൻ ചേട്ടൻ ഒരു 10-30 ആകുമ്പോ വില്ലേജ് ഓഫീസിലേക്ക് വന്നാൽ മതി. മോളുടെ SSLC ബുക്കും ദിവാകരൻ ചേട്ടൻ ഇത്തവണ കരമടച്ചതിന്റെ രസീതൊക്കെ എടുത്തോളൂ. ഓ ശരി സാർ. ദിവാകരൻ ചേട്ടാ. നമസ്കാരം വക്കീലേ. നമസ്കാരം. മോഹനേട്ടനെ കാണാൻ വന്നായിരിക്കും അല്ലേ? അതെ അതെ. ആഹാ, ഒരു വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിനാ. അതിനെന്താ, അതൊക്കെ മോഹനേട്ടൻ ശരിയാക്കി തരില്ലേ? അല്ലെങ്കിൽ തന്നെ ദിവാകരൻ ചേട്ടനെ പോലുള്ള നല്ല മനുഷ്യരുടെ കാര്യത്തിൽ എന്റെ മോഹനേട്ടൻ ഭയങ്കര ശ്രദ്ധയാ. എല്ലാവരെയും സഹായിക്കുകയും ചെയ്യും മോഹനേട്ടൻ. അതുകൊണ്ടാണല്ലോ നാട്ടുകാർക്കൊക്കെ മോഹനേട്ടൻ ഇത്ര ഇഷ്ടം. ഞാനത് പറയാനിരിക്കുകയായിരുന്നു. ദിവാകരൻ ചേട്ടൻ ഒരു ചായ എടുക്കട്ടെ? അയ്യോ, അതൊന്നും വേണ്ട വക്കീലേ, പോയിട്ട് തിരക്കുണ്ട്. ഓ, വീട്ടിൽ ആര് വന്നാലും ചായ കൊടുക്കണമെന്ന മോഹനേട്ടൻ എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളേ. എന്തായാലും വക്കീല് ചോദിച്ചല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ഓ, ചായ ഇനി ഒരിക്കലാവാം. ശരി. കേട്ടോ സാറേ, പെണ്ണുങ്ങളായി ഇങ്ങനെ വേണം. വലിയ വക്കീലാണെന്നുള്ള വല്ല അഹങ്കാരമുണ്ടോ? നല്ല തങ്കപ്പെട്ട സ്വഭാവം. ഞാൻ വരട്ടെ വക്കീലേ. ശരി. വിലാസം ചേച്ചി അന്വേഷിച്ചെന്ന് പറയണേ. ഓ ശരി. അപ്പൊ ശരി സാർ. മോനേട്ടാ, ചായ വേണോ? അങ്ങ് കുറച്ചു മുമ്പ് ഒരു ചായ കുടിച്ചു. അതെ, ഒരു ചായ കൂടി വേണമെങ്കിൽ എടുക്കാം എന്നേ പറഞ്ഞേ ഉള്ളൂ. വേണ്ട. ശരി. അപ്പോ ഞാൻ വിചാരിച്ചാലും വലിയ എന്തോ പ്രശ്നമാണ്. നമസ്കാരം സാർ. സാറെന്തി മുറ്റത്തിറങ്ങിയെന്ന് ആലോചിക്കുന്നേ? എന്തോ കുഴപ്പമെടുത്തോ? അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. കുഴപ്പോ? ഭാമ രാവിലെ 5:30 എഴുന്നേറ്റു. എഴുന്നേറ്റ പാടെ മുറ്റം വൃത്തിയായി തൂത്തിട്ടു. ഒരില പോലുമില്ല. അതിനിപ്പോ എന്താ സാറേ കുഴപ്പം? അതൊരു നല്ല കാര്യമല്ലേ? വക്കീലൊരു പാവായതുകൊണ്ട് അത് ചെയ്തു എന്ന് കൂട്ടിയാ മതി. ഭാമേ, മണി 8ആയി. ഇതുവരെ നീ മുറ്റം തൂത്തിട്ടോ? ആരെങ്കിലും കയറുന്ന എന്താ കരുതുക? ഈ വീട്ടിൽ താമസിക്കുന്ന കാട്ടുവാസികളെന്നല്ലേ വിചാരിക്കൂ? എനിക്ക് ഇവിടെ വേറെ 100 കൂട്ടം പണിയുണ്ട്. ഇപ്പൊ തന്നെ തൂത്തിടണമെന്നാണെങ്കിൽ മോഹനേട്ടൻ തന്നെ അങ്ങ് തൂത്തോ. ഞാനോ? പിന്നില്ലാതെ. ഞാൻ തന്നെ തൂക്കണമെന്നാണെങ്കിൽ എനിക്ക് സമയം സൗകര്യമുള്ളപ്പോ ഞാൻ തൂത്തിടും. അതേ നടക്കൂന്ന് പറഞ്ഞ അതേ നടക്കൂ. സാറേ, എന്താണ് സാറേ സംഭവം? മുറ്റത്തൂക്കം മാത്രമല്ല, അടുക്കളയിലെ ജോലിയെല്ലാം അവൾ നേരത്തെ തീർത്തു വെച്ചു. എനിക്ക് ഇഷ്ടമുള്ള ഉപ്പ ഉണ്ടാക്കി, ചോറും കറിയും നേരത്തെ ഉണ്ടാക്കി വെച്ചു. എന്തിന്? കുളിക്കാനുള്ള വെള്ളം പോലും എപ്പോ വേണമെങ്കിലും ചൂടാക്കി തരാന്ന് അവൾ ഇങ്ങോട്ട് പറഞ്ഞു. അതൊരു കുഴപ്പമാണോ സാറേ? അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? ആഹാ, ഇത്ര പെട്ടെന്ന് റെഡിയായോ? ഇതെന്താ നേരത്തെ? ഞാനൊട്ടും നേരത്തെ അല്ലല്ലോ.
നിന്റെ ആ ചോദ്യം കേട്ടപ്പോ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. അടുക്കളയിലെ ജോലി തീർന്നിട്ടില്ല. ഭാമേ കഴിക്കാനെടുത്ത് വെച്ചോ എന്ന് ഞാൻ പറഞ്ഞാൽ സമയമായിട്ടില്ല എന്ന് പറയാനാണ് നിന്റെ ഈ ചോദ്യം. എന്താ കണക്കൂട്ടില്ലെന്ന് നോക്കി. സത്യം പറഞ്ഞ മോഹനായിട്ട് വില്ലേജ് ഓഫീസർ ആവുന്നേക്കാട്ട് നല്ലതേ ജോലിസിലാവുന്നായിരുന്നു. എന്ത് കണക്കൂട്ടി പറയാലോ. പക്ഷേ ഇന്നത്തെ കണക്കൂട്ടില് പാളിപ്പോയി ജോലിസിയ. കഴിക്കാനെ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ട് 1/2 മണിക്കൂറായി. ഇഡലിയോ? ഇത് ഇഡ്ഡലി കേട്ടിട്ടില്ലേ? എനിക്ക് ഇഡലി വേണ്ട. ഇന്നലെ കഴിച്ച ഇഡലി അല്ലേ? ഇന്നലെ കഴിച്ച ഇഡ്ഡലി അല്ലായിരുന്നു, ഇന്നലെ കഴിച്ച ദോശയായിരുന്നു. ദോശ ഇഡലി തമ്മിൽ എന്താ വ്യത്യാസം? എല്ലാം ഒന്ന് തന്നെ. എനിക്കിന്ന് വേണ്ടത് ഉപ്പുമാവാ. ഹലോ, അങ്ങനെ ഓർഡർ അനുസരിച്ച് ഓരോന്നുണ്ടാക്കി തരാനേ ഇത് ഹോട്ടലൊന്നും അല്ല, ഇത് വീടാണ്. അതായത് നീ നിന്റെ തോന്നിവാസത്തിന് ഓരോന്നുണ്ടാക്കി വെക്കുന്നു, ഞാനത് വേണമെങ്കിൽ കഴിച്ചോളാം. ചുമ്മാ തർക്കിക്കാൻ നിൽക്കല്ലേ. ഈ വീട്ടിൽ ഒരു കാര്യത്തിന് മോഹനേട്ടൻ എന്നെ സഹായിക്കില്ല. സകല ജോലി ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത്. അപ്പൊ പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന കഴിക്കാന്നുള്ള ഒരൊറ്റ വഴിയേ മോഹനേട്ടൻ ഉള്ളൂ. എന്ന് വെച്ചാ മലയാളം മനസ്സിലാവൂലേ? ഇല്ല. എനിക്ക് സമയവും സൗകര്യം പോലെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കും. അതിനുള്ള നേരമേ എനിക്കുള്ളൂ. അത് കഴിക്കാൻ മനസ്സുണ്ടെങ്കിൽ കഴിക്കുക, ഇല്ലെങ്കിൽ കഴിക്കാതെ പോവാം. എനിക്കറിയാം നീ ഇതേ പറയുന്നു. നിന്നെ പോലെ അനുസരണയില്ലാത്തൊരു പെണ്ണിനെ കല്യാണം കഴിച്ച എന്നെ പറഞ്ഞാ മതി. ഭർത്താവിന്റെ സന്തോഷമാണ് ഭാര്യയുടെ സന്തോഷമെന്ന് മനസ്സിലാകാത്ത നിന്നോട് ഞാൻ എന്തു പറയാനാ? ഈശ്വര, അങ്ങനൊരു ഭാര്യ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. ഭാഗ്യം. എന്താ ആലോചിച്ചു കൂട്ടുന്നേ? അങ്ങനെ വെറുതെ ഒന്നും ഭാമ രാവിലെ അടുക്കളയിൽ കയറി ജോലിയെല്ലാം തീർത്ത് വെക്കില്ല. ഞാനവിടെ കടന്നു വർഷം കുറയല്ലേ. ഇത് വേറെന്തോ ഉദ്ദേശം വെച്ചാണ്. എന്തുദ്ദേശമാണ്? ഭാമ ഒരു ദിവസം ഒരു ഷർട്ട് മുണ്ട് തേക്കും. എല്ലാം കൂടി ഒരുമിച്ച് തേച്ച് വെച്ചാൽ കറണ്ട് ചാർജ് ലാഭിച്ചുകൂടെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറയുക, അതിനുള്ള സമയം എനിക്കില്ല, മോഹൻ തന്നെ തേച്ചോ, എനിക്കൊരു പണിയുണ്ട് എന്ന്. പക്ഷെ ഇന്ന് അവൾ ഷർട്ട് മുണ്ട് മുഴുവൻ തേച്ച് വെച്ചു. അതെന്തുകൊണ്ടായിരിക്കും? അതിപ്പോ സാറ് പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയിട്ടായിരിക്കും. ആർക്ക്? വക്കീലിന്. ഭാമയ്ക്ക്. എന്തോ ഒന്നും പറയാത്ത സംസാരിക്കുന്നത്. എന്റെ ഇഷ്ടത്തിന് അവൾ ഇന്നുവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിന്നെ അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നുകിൽ അവൾക്ക് അത് ദുരുദ്ദേശമാണ്, അല്ലെങ്കിൽ അവളെ തലയ്ക്ക് എന്തോ കുഴപ്പം. എന്താ ഇത്? എന്താ സംഭവം? എങ്ങനെ കണ്ടുപിടിക്കും ഉത്തമ? അല്ല, അതിപ്പോ സാറ് പറഞ്ഞതുപോലെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമാണെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഡോക്ടർമാരുണ്ട്. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ദുരുദ്ദേശമാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചുരണ്ടിയെടുക്കാം. എങ്ങനെ? അതൊക്കെ സാർ എനിക്ക് വിട്. ഞാൻ വന്നത് എന്നെ വക്കീലിനെ കാണാനാണ്. ഇപ്പൊ ശരിയാക്കി തരാം. ഒരു 5 മിനിറ്റ് സാർ ഇവിടെ തന്നെ നിന്നോ, ഞാൻ ശരിയാക്കി തരാം. വക്കീലേ, വക്കീലേ. നമസ്കാരം വക്കീലേ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വക്കീലിന് സുഖം തന്നെയല്ലേ? എനിക്കെന്ത് സുഖമാണ് ഉത്തമ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഭാര്യമാർക്ക് അവരുടേതായ സുഖവും സന്തോഷവും ഒന്നും അല്ലല്ലോ പ്രധാനം. ഭർത്താവിന്റെ സന്തോഷമാണ് ഭാര്യയുടെ സന്തോഷം. എങ്ങനെ? അതൊന്നും ഉത്തമന് പറഞ്ഞാൽ മനസ്സിലാവൂല. എനിക്ക് എന്റെ മോഹനേട്ടന്റെ സന്തോഷമാണ് ഏറ്റവും പ്രധാനം. ഉത്തമനെന്തിനാ വന്നത്? പിന്നെ പ്രഭാറിന്റെ കേസിന്റെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. വക്കീല് കേസ് വാദിച്ചാലേ ശരിയാവുള്ളൂ എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ പ്രഭാകരൻ പറഞ്ഞോണ്ട് ആയില്ലല്ലോ ഉത്തമ. ഫീസിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോ പുള്ളിക്കാരൻ ഭയങ്കര ഉഴപ്പാണ്. വെറുതെ ഞാൻ മെനക്കെടവും വേണം, അവസാനം 10 പൈസ പോലും എനിക്ക് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? നല്ല ഫീസുള്ള കേസ് ഇനി ഞാൻ വാദിക്കുന്നുള്ളൂ. അല്ല വക്കീലെ, ഇതിപ്പോ ഞാൻ ഉത്തമന് നമ്മുടെ ബ്ലേഡ് കേശവൻ ചേട്ടൻ അറിയാലോ? അയ്യോ അറിയാമേ. അമ്പോ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ദുഷ്ടനാണ്. നാട്ടുകാരെ പറ്റിച്ച കാശ് ഇഷ്ടം പോലെ കയ്യിലും ഉണ്ട്. കേശവൻകുട്ടി ചേട്ടന്റെ കേസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ മോഹനേട്ടൻ ഇന്നലെ ഉടക്കുണ്ടാക്കിയതാണ്. അത്തരക്കാരുടെ കേസുകളൊന്നും ഞാൻ വാദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒറ്റ ചാട്ടമായിരുന്നു ഇവിടെ കിടന്ന്. അത് പിന്നെ വക്കീലേ, ഈ കൈനിറെ കാശ് കിട്ടുന്ന കേസാണെന്നുള്ള കാര്യം ശരി തന്നെ. പക്ഷേ ഈ കേസിന്റെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ആളെ പറ്റി അത്രയും മോശം അഭിപ്രായമാണ് വെളിയിലുള്ളത്. ഉത്തമനെ പറ്റി എന്താണ് കരുതിയിരിക്കുന്നത്? ഞാൻ ഒരു വക്കീലാണ്. ഇമാതിരി പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു സാമർത്ഥ്യം വക്കീൽ എന്നുള്ള നിലയിൽ എനിക്കുണ്ട്. അല്ല, അതൊക്കെ ശരി തന്നെയാണ്. എന്നാല് ഈ കഷ്ടം ഉത്തമൻ, ഇനി എന്നെ പറ്റി ശരിക്കും മനസ്സിലായിട്ടില്ല. ഒന്നും കാണാതെ ഓരോന്ന് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ഇന്നത്തെ എന്റെ ചില തന്ത്രപരമായ നീക്കങ്ങൾ ഉത്തമൻ കണ്ടു. വില്ലേജ് ഓഫീസറെ നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അല്ല, അപ്പൊ നീ നേരത്തെ പറഞ്ഞ പ്രഭാകരന്റെ കാര്യം? പ്രഭാകരന്റെ കാര്യല്ലേ? അത് നടക്കില്ല. ഒരു കേസ് വാദിച്ചാൽ ഒന്നെങ്കിൽ പേരുണ്ടാവണം, അല്ലെങ്കിൽ എനിക്ക് കാശ് കിട്ടണം. അത് രണ്ടും വല്ലാത്ത പരിപാടിക്ക് അഡ്വക്കേറ്റ് സത്യഭാമ തയ്യാറല്ല. അയ്യോ,
മോണിറ്റർ വിളിക്കാനുള്ള വെള്ളം ചൂടാക്കാനുള്ള നേരമായി. ആ പൂത്തമ്മ ചെല്ലുട്ടോ. ശരി. ശരി. അതിപ്പോ സാറ് പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. വക്കീലിന്റെ പെരുമാറ്റത്തിൽ എന്തോ പ്രശ്നമുണ്ട്. സാറിനെ പറ്റി പറയുന്നൊക്കെ ഭയങ്കര അഭിപ്രായം. അല്ല, ഇതുവരെ ഇങ്ങനെയൊന്നും വക്കീലിന്റെ വായിന്ന് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ സാറേ, ഒരു കേശവൻകുട്ടി ചേട്ടന്റെ കേസിന്റെ കാര്യം വക്കീല് പറഞ്ഞു. സാറത് വാദിക്കാൻ സമ്മതിച്ചില്ല. ആ കേസ് കിട്ടിയിരുന്നെങ്കിൽ നല്ല ഫീസ് കിട്ടുമായിരുന്നെന്നും പറഞ്ഞു. എന്താണ് സാറേ? വേറെന്താ പറഞ്ഞത്? വേറെ എന്താന്ന് പറഞ്ഞ വക്കീലൊരു വക്കീലാണ്. ഓരോ പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളത് വക്കീലിന് അറിയാം എന്നും പറഞ്ഞു. എന്ത് സാർ ചിരിക്കുന്നേ? കാര്യം വിട്ടിട്ടില്ല? ഇല്ല, കാര്യം വിട്ടിട്ടില്ല. കേശവൻകുട്ടിയുടെ കേസിന്റെ കാര്യം ഇന്നലെ ഭാമ എന്നോട് പറഞ്ഞു. അയ്യോ, എന്നെ കണ്ടോണ്ടാണോ കാശ് പെടുന്ന ബാഗിനകത്ത് വെച്ചത്? ഞാൻ തട്ടിപ്പറിച്ചോണ്ട് പോകാനൊന്നും പോകുന്നില്ല. അതുകൊണ്ടൊന്നുമല്ല. കാശ് കണ്ടു കഴിയുമ്പോ നിനക്ക് ചിലപ്പോ പെട്ടെന്ന് ഒരു ആവശ്യങ്ങൾ. അയ്യോടാ, അങ്ങനെ ആവശ്യം വന്നതിന്റെ പേരിൽ മോഹനൻ എനിക്ക് എത്ര ലക്ഷം രൂപയാണോ തന്നിരിക്കുന്നത്. ഓ, അല്ലേലും എനിക്ക് ആവശ്യമുള്ള കാശുണ്ടാക്കാനുള്ള ജോലി ചെയ്യാൻ എനിക്കറിയാം. എനിക്ക് കിട്ടുന്ന ഫീസ് മോഹനേട്ടനായിട്ട് ചോദിച്ചു വാങ്ങായിരുന്നാ മതി. മോഹനേട്ടാ, അത് പറഞ്ഞപ്പോഴാ എനിക്കൊരു അടിപൊളി കേസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരൊറ്റ കേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരാ മോള്? എനിക്ക് പിന്നെ കേസിന്റെ ബഹളമായിരിക്കില്ലേ? എന്ത് കേസ്? ടൗണിൽ ഫിനാൻസ് കമ്പനി നടത്തുന്ന കേസും കൂടി ഇടുന്ന മോഹനേട്ടൻ അറിയാലോ. എന്താ? കേശവൻകുട്ടിയെ പോലുള്ള ഭൂലോക കള്ളന്മാരുടെ കേസാണോ നീ വാദിക്കാൻ പോകുന്നത്? ഭാമേ, കേശവൻകുട്ടിയെ പോലുള്ള സാമൂഹ്യദ്രോഹികൾ ആളുകൾക്ക് കൊള്ളപ്പലിശയ്ക്ക് കാശ് കൊടുത്ത് അവരുടെ ഭൂമിയും വീടും ഒക്കെ തട്ടിയെടുക്കുന്ന ആളാണ്. അയാളുടെ കേസ് വാദിക്കാൻ നിന്നെ സമ്മതിക്കില്ല. മോഹനേട്ടാ, കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് കെ മോഹനൻ സാർ ഇങ്ങനെ പറയുന്നത്. നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് കെ മോഹനൻ സാർ. അങ്ങനെയുള്ള എന്റെ ഭാര്യ ഒരു മൂന്നാംകിട പലിശക്കാരന്റെ കേസ് വാദിച്ചാൽ എന്റെ മാനാണ് പോകുന്നത്. കേശവൻകുട്ടിയുടെ കേസ് നീ വാദിച്ചാൽ അതോടെ നീ ഞാൻ തമ്മിലുള്ള ബന്ധം തീർന്നിരിക്കും. ഇക്കാര്യത്തിൽ ഒരു തീർപ്പിന് ഞാൻ തയ്യാറല്ല. ഈ കേസ് വാദിക്കാൻ പറ്റില്ല. എന്നെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് എന്റെ മനസ്സ് മാറ്റി ആ കേസ് വാദിക്കാനുള്ള പരിപാടിയാണ് അവൾ കാണിക്കുന്നത്. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്താൽ എനിക്ക് സമാധാനം സന്തോഷമാവുമല്ലോ. അങ്ങനെ ഞാൻ സന്തോഷമായിട്ടിരിക്കുമ്പോൾ അവൾ കേശവൻകുട്ടിയുടെ കേസുമായിട്ട് എന്റെ അടുത്തേക്ക് വരും. അവളുടെ പെരുമാറ്റത്തിൽ അപ്പൊ ഞാൻ വീഴും എന്നാണ് അവൾ കരുതിയിരിക്കുന്നത്. അവൾ വക്കീലാണെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മോഹനൻ സാറിന് അറിയാം. ഈ കേസിന്റെ കാര്യം ഞാൻ ഏറ്റു. ഭാമേ, ഈ കേശവൻകുട്ടി എന്ന് പറയുന്ന ആൾ ഒരു പെരുങ്കള്ളനാണെന്നും ആളുകളെ പറ്റി ജീവിക്കുന്ന ആളാണെന്നും 1000 പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ നാട്ടുകാർ മുഴുവൻ കേശവൻകുട്ടിയെ കാണുമ്പോൾ മുഖം തിരിച്ചാണ് നടക്കാറുള്ളത്. അങ്ങനെ ഒരു സാമൂഹ്യ ദ്രോഹിയുടെ കേസ് നീ വാദിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ എന്റെ മോനട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങള് വക്കീലന്മാരാകുമ്പോ ഇങ്ങനെയൊക്കെയല്ലേ? കൊലപാതകളെയും പിടിച്ചുപറിക്കാരുടെ എന്തിനധികം വെല്ലുക്കോടും ഭീകരരുടെ വരെ കേസ് വാദിക്കേണ്ടി വരും. നീ ഒരു വക്കീൽ മാത്രമല്ലല്ലോ, മാന്യനും സത്യസന്ധനുമായ ഒരു വില്ലേജ് ഓഫീസർ കെ മോഹനൻ സാറിന്റെ ഭാര്യ കൂടിയാണ്. എന്റെ അന്തസ്സും അഭിമാനവും നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം നിന്നെ ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. കേശവൻകുട്ടിയെ പോലെ ഒരാളുടെ കേസ് വാദിച്ച് കിട്ടുന്ന ഒരു പൈസയും കെ മോഹനൻ സാറിന്റെ കുടുംബത്തിന് വേണ്ട. അതിനോട്ട് മോഹിക്കാൻ വേണ്ട. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സമ്മതിക്കുകയില്ല. അല്ല മോനട്ടെ, ഞാനൊന്നും പറയട്ടെ. നീ ഒന്നും പറയണം, മിണ്ടരുത്. രാവിലെ മുതൽ നിന്റെ പെരുമാറ്റം കണ്ടപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയതാണ്. ഒരിക്കലും ഇല്ലാത്തതുപോലെ രാവിലെ 5:30 എഴുന്നേൽക്കുന്നു, മുറ്റമടിക്കുന്നു, ചായ ഉണ്ടാക്കുന്നു, മുറ്റത്ത് കിടക്കുന്ന പാത്രം എടുത്ത് എന്റെ മുമ്പ് കൊണ്ടുവയ്ക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ള ഉപ്പാവ് ഉണ്ടാക്കുന്നു, കട്ടുമുണ്ട് മുഴുവൻ തേച്ച് വയ്ക്കുന്നു. ആകെ പാടാൻ എനിക്കൊരു കള്ള ലക്ഷണം. അപ്പോഴെനിക്ക് സംശയം തോന്നിയതാ. കാളവാല് നോക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ കെ മോഹനൻ സാറിനുണ്ട്. എന്നെ സോപ്പിടാനായി നീ കാണിച്ചു കൂട്ടിയ വേലത്തരങ്ങൾ കൊണ്ടൊന്നും നിന്റെ ഉദ്ദേശം നടക്കില്ല. അടുക്കള ജോലി തീർക്കലും മുറ്റമടിക്കലും ഷട്ടും മുണ്ടും തേക്കലും ഒന്നും അല്ല. എന്റെ മുന്നിൽ നീ വന്ന് ഏത്തമിട്ടാലും എന്റെ കാല് പിടിച്ചാൽ പോലും കേശവൻകുട്ടിയുടെ കേസ് വാദിക്കാൻ സമ്മതിക്കില്ല.
ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാ പിന്നെ ഞാൻ സമ്മതിക്കില്ല. മോഹൻ സാറിന് അങ്ങനെ ഒന്നും പറ്റിക്കാൻ പറ്റില്ല. നിനക്ക് മനസ്സിലായല്ലോ? എല്ലാം ഞാൻ മനസ്സിലാക്കണം. ഹലോ. സാറേ, ഞാനാണ് ഉത്തമനെ. എന്താ ഉത്തമ? സാറേ, പുത്തമ്പരയിലെ നാരായണൻകുട്ടി ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. കേശവൻകുട്ടി ചേട്ടന്റെ ഒരു കേസിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ശരിക്കും നാരായണൻകുട്ടിക്ക് എതിരെയാണ്. സാറേ, നാരായണൻകുട്ടിയുടെ വക്കാലത്ത് നമ്മുടെ വക്കീലിനാണ്. അതെ സാറേ, വക്കീലാണ് നാരായണൻകുട്ടിയുടെ കേസ് വാദിക്കുന്നത്. അപ്പൊ പിന്നെ കേശവൻകുട്ടി ചേട്ടന്റെ കേസ് എങ്ങനെയാണ് വക്കീൽ വാദിക്കുന്നത്? ശരിയാണല്ലോ. ഒരു കേസിലെ വാദിക്കും പ്രതിക്കും വേണ്ടി ഒരാൾക്ക് ഹാജരാകാൻ പറ്റുമോ സാറേ? വക്കീല് ശരിക്കും കേശവൻകുട്ടി ചേട്ടന്റെ കേസ് വാദിക്കുന്ന കാര്യം തന്നെയാണോ പറഞ്ഞത്? മോനേട്ടാ, അത് പറഞ്ഞപ്പോഴാ എനിക്കൊരു അടിപൊളി കേസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരൊറ്റ കേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരാ മോള്? എനിക്ക് വരെ കേസിന്റെ ബഹളമായിരിക്കില്ലേ? ടൗണിൽ ഫിനാൻസ് കമ്പനി നടത്തുന്ന കേശവൻകുട്ടി ചേട്ടന്റെ മോനോട്ട് അറിയാലോ. കേശവൻകുട്ടിയെ പോലുള്ള ഭൂലോക കള്ളന്മാരുടെ കേസാണോ നീ വാദിക്കാൻ പോകുന്നത്? ആമേ, കേശവൻകുട്ടിയെ പോലുള്ള സാമൂഹ്യദ്രോഹികൾ ആളുകൾക്ക് കൊള്ളപ്പലിശയ്ക്ക് കാശ് കൊടുത്ത് അവരുടെ ഭൂമിയും വീടും ഒക്കെ തട്ടിയെടുക്കുന്ന ആളാണ്. അയാളുടെ കേസ് വാദിക്കാൻ നിന്നെ സമ്മതിക്കില്ല. ഹലോ ഹലോ സാറേ, വക്കീലേ കേശവൻകുട്ടി ചേട്ടന്റെ കേസ് വാദിക്കുമെന്നാണോ പറഞ്ഞത്? എന്റെ അടുത്ത് വക്കീല് പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. പക്ഷെ ഈ കേശവൻകുട്ടി ചേട്ടന്റെ വക്കാലത്ത് വക്കീലാണെന്ന് പറഞ്ഞിട്ടില്ല. കേശവൻകുട്ടി ചേട്ടന്റെ കേസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ സാറ് ചൂടായി എന്നാണ് വക്കീൽ എന്റെ അടുത്ത് പറഞ്ഞത്. അല്ലാതെ കേശവൻകുട്ടി ചേട്ടന്റെ വക്കീലാണ് വക്കീല് എന്നൊന്നും പറഞ്ഞില്ല. എനിക്ക് തോന്നണത്, ഹലോ സാറേ, ഹലോ, സാറിന് അബദ്ധം പറ്റിയെന്നുള്ളതാണ്. വക്കീലേറ്റതേ നാരായണൻകുട്ടിയുടെ വക്കാലത്താണ്. ഹലോ ഹലോ, എന്താ പറഞ്ഞ? നീ ശരിക്കും കേശവൻകുട്ടിയുടെ ഭാഗമാണോ നാരായണൻകുട്ടിയുടെ ഭാഗമാണോ വാദിക്കാൻ പോകുന്നത്? നാരായണൻകുട്ടിയുടെ എന്താ പറയാൻ? കേസിന്റെ കാര്യം പറയാൻ വന്നപ്പോഴേ മോഹന്റെ മകളും തുടങ്ങിയില്ലേ? അപ്പൊ ഞാൻ കരുതി അത് പറയണ്ടെന്ന്. അത്രേ ഉള്ളൂ. കേശവൻകുട്ടി ചേട്ടന്റെ ഒരു കേസുണ്ട്, നാരായണൻകുട്ടിക്കെതിരെയാണ്. നാരായണൻകുട്ടി എന്നെ കാണാൻ വന്നു, ആ കേസ് ഞാൻ ഏറ്റു എന്നാണ് ഞാൻ പറയാൻ വന്നത്. പക്ഷെ മുഴുവൻ പറയാൻ മോഹനെ സമ്മതിച്ചില്ലല്ലോ. അപ്പനെ ഞാൻ കരുതി മോഹനോട് കാര്യം പറയണ്ട. അല്ലെങ്കിൽ കേശവൻകുട്ടി ചേട്ടന്റെ കേസ് വാദിക്കരുന്നല്ലേ മോഹനോട്ടുണ്ടായിരുന്നുള്ളൂ. നാരായണൻകുട്ടിയുടെ കേസ് വാദിക്കുന്നതിലും മോഹന്റെ എതിർപ്പൊന്നുമില്ലല്ലോ. എന്താ നീ രാവിലെ സോപ്പിടാൻ നോക്കിയത്? സോപ്പിടാനാ? രാവിലെ പോലെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കൃത്യം ചെയ്തല്ലോ. അതിനാ അങ്ങനെ വേണ്ടേ? അങ്ങനെ വേണം. പക്ഷേ എന്തു? പക്ഷേ ഇന്നലെ മോഹനേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് ഞാൻ അനുസരണ ഇല്ലാത്തവളാണ്, മോഹനേട്ടന്റെ സന്തോഷത്തിനനുസരിച്ച് ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന്. ഒരു ദിവസം അങ്ങനെ ചെയ്തേക്കാന്ന് കരുതി ഇത്ര വലിയ കുറ്റമായോ? ഒന്ന് നന്നാവെന്ന് കരുതും അത് സംഭവിക്കൂല. ഞാനെന്തോ കള്ളത്രോപ്പിക്കാണെന്നാണ് അപ്പത്തെ സംശയം. ശരി, ഇനി ഞാൻ നന്നാവും നോക്കുന്ന പ്രശ്നമേ ഇല്ല. തീർന്നല്ലോ പ്രശ്നം. ഒരു പക്ഷേ ഇല്ല. ഗുണമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ ഞാനില്ല. നന്നായി കളയാമെന്ന് മനസ്സറിഞ്ഞ് തീരുമാനിച്ച വക്കീലിനെ ആവശ്യമില്ലാതെ സംശയിച്ച് ഒടുവിൽ സ്വയം പരിഹാസ്യനായ വില്ലേജ് ഓഫീസറെ പറ്റി എന്തു പറയാൻ? മുൻവിധികൾ ആളുകളെ കുഴിയിൽ ചാടിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം. കാര്യനിസാരം തുടരുന്നു.